നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജൂൺ മാസം 7-ാം തീയതി, 1200-ാം ആണ്ട് ഇടവ മാസം 24-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ഉദയ നക്ഷത്രം ചിത്തിരയാണ്. ചിത്തിര കഴിഞ്ഞ് അല്പം കഴിയുമ്പോൾ ചോതി തുടങ്ങും. ഉദയം തുടങ്ങുന്നത് ചിത്രയിലാണെങ്കിലും ചോതി നക്ഷത്രമാണ് കൂടുതലായിട്ട് നിൽക്കണേ. രണ്ട് നക്ഷത്രവും ശുഭനക്ഷത്രം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ശനിയാഴ്ച, ശനിയാഴ്ച പൊതുവേ നല്ലതല്ല. ശനി ഗുണത്തെ തരുമെങ്കിലും മൊത്തത്തിൽ പൊതുവായിട്ട് നമുക്ക് എടുക്കുമ്പോൾ ശനി നല്ലതല്ല. മന്ദൻ എന്നാണ് വിളിക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഇഴച്ചിലുണ്ടാവും. കാര്യാദികളെല്ലാം ഇഴയും. ഇന്ന് കിട്ടേണ്ടത് നാളത്തേക്കായി മാറ്റി വെച്ച് പോവും. ഒരു പ്രാവശ്യം പോകേണ്ടത് ഒരു പ്രാവശ്യം കൊണ്ട് നടക്കേണ്ടി വരും. 1 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടത് 2 കിലോമീറ്റർ നടത്തിക്കും. അപ്പോൾ ഇന്ന് ദിവസം വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ വഴി കിടന്ന് ഇഴഞ്ഞ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഇടവരുത്തും. അതുപോലെ തന്നെ ഇടവ മാസത്തിൽ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ഈ ചിത്തിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ വിഷമാവസ്ഥകളെ കൊടുക്കുന്ന ഒരു വർഷം തന്നെയാണ്. പലതരത്തിലുള്ള തടസ്സഭാവങ്ങളെ കൊടുക്കും. സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കും. രോഗാദുരിതങ്ങൾ വിട്ടുമാറാതെ വരും. ശത്രുഭയം ഉണ്ടാവും. കാര്യവിഘ്നം വരുത്തും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പോകണം. ഒപ്പം നമുക്ക് ഈ നെഗറ്റീവ് എനർജി കൂടുതലായതുകൊണ്ട് നമുക്കൊരാളിന് സ്വയമേവ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാതെ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ആംബുലൻസ് വിളിച്ച് പോകണേ എന്ന് പറയുമ്പോൾ ചില സമയത്ത് നമുക്കെല്ലാം പരിഹാരങ്ങൾ വേണ്ടി വരും. പരിഹാരമായിട്ട് നമുക്ക് ശാസ്താവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശനീശ്വര യന്ത്രവും ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കെട്ടിക്കൊള്ളണം. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാലം നോക്കിയിട്ട് പോകണം. 9 മണി മുതൽ 10:30 മണി വരെ എന്ന് രാവുകാലം കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 9 മണിക്ക് രാവുകാലം സ്റ്റാർട്ട് ചെയ്യില്ല. 9:15 തൊട്ട് 10:49 വരെ രാവുകാല സമയമുണ്ട്. രാവുകാല സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. പ്രത്യേകിച്ച് യാത്രയ്ക്ക്. മറ്റ് ശുഭകാര്യങ്ങൾക്ക് എടുത്താലും കുഴപ്പമില്ല. 50-50 ആണ്. നമ്മളിപ്പോൾ പൊതുവേ ജ്യോത്സ്യന്മാർ രാവുകാലം മാറ്റിവെച്ച് ദിവസം കുറിച്ച് കൊടുക്കും. ഓരോ കാര്യത്തിന് സമയം കുറിച്ച് കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. ഗുളികകാല സമയം ശരിക്ക് 6 മണി 6 മിനിറ്റ് തൊട്ട് 7:41 വരെയും യമകണ്ഠകാല സമയം വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. ശരിക്ക് 1 മണി 58 മിനിറ്റ് തൊട്ട് 3:32 വരെയും. ഈ 2 സമയങ്ങളും അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം കൊള്ളൂല. ഈ 2 സമയങ്ങളും ഒരു കാര്യത്തിനും കൊള്ളൂല. അതുപോലെ ഇന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വന്നാൽ യമകണ്ഠ കാലവും ഗുളികകാലവും ഒക്കെ വിട്ട് നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കാം. 11 മണി 59 മിനിറ്റ് തൊട്ട് 12 മണി 47 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്ത സമയം നമുക്ക് ഉപയോഗിക്കാം. ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കണം. വസ്ത്രധാരണത്തിൽ സൂക്ഷിക്കണം. ബ്ലാക്കോ നീലയോ കളറ് വസ്ത്രത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായി തീരും. അത് നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് ശനിയുടെ പോസിറ്റീവ് എനർജി കയറുകയും പോസിറ്റീവ് എനർജിയെ വലിച്ചെടുക്കുകയും നെഗറ്റീവിനെ പുറന്തള്ളുകയും ചെയ്യും. അത് നമുക്ക് ഭാഗ്യദായകമായി തീരും. എല്ലാവർക്കും ശനീശ്വരൻ്റെ കൃപയാൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.